നമ്മൾ പലതരം കൊട്ടേഷനുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. തങ്ങളുടെ ശത്രുക്കളെ ആക്രമിക്കാനായിട്ട്, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ തങ്ങളുടെ എതിരാളികളെ ആക്രമിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ സ്വർണം കവർച്ച ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പോലീസ് പട്ടിക്കിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് തെരുവ് പട്ടി കൊട്ടേഷൻ കൊടുത്ത സംഭവം ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലായിരിക്കും. പക്ഷേ ഞാനത് കണ്ടതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഉണ്ടായിരുന്നു. ആ പ്രീപെയ്ഡിൽ പോലീസുകാരായിരുന്നു അന്ന് എഴുതാനൊക്കെ ഇരുന്നിരുന്നത്. 2 പോലീസുകാരുണ്ടാവും. ഒരു ദിവസം രാവിലെ ഒരു 7 മണിയായി കാണും. ട്രെയിനിന് കൊണ്ടുവന്നാണ് ഒരു പോലീസ് പട്ടിയെ, 3 പോലീസുകാരുണ്ടായിരുന്നു. ഒരു പോലീസ് പട്ടിയെ കൊണ്ടുവന്നു. ട്രെയിനിന് കൊണ്ടുവന്നിട്ട് ഈ പ്രീപെയ്ഡ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തല്ല, നേരെ ഓപ്പോസിറ്റ്, അടുത്ത് തന്നെ ഒരു 10-20 മീറ്റർ അകലെ ഒരു പോസ്റ്റിൽ ഇതിനെ കെട്ടിയിട്ടു. ബെൽറ്റൊക്കെ ഉണ്ട്, കെട്ടിയിട്ടു. എന്തോ ആവശ്യത്തിന് ഈ പോലീസുകാർ ഈ കൗണ്ടറിലിരുന്ന, പ്രീപെയ്ഡ് കൗണ്ടറിലിരുന്ന പോലീസുകാരോട് ഒന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം വാങ്ങിക്കാൻ എന്തിനും അവരുടെ അങ്ങോട്ടേക്ക് മാറി. അപ്പം ഞങ്ങളെല്ലാം ഡ്രൈവർമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. പെട്ടെന്നൊരു ചെറിയ പട്ടി, ഒരു തെരുവ് പട്ടി, വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയ പട്ടി, അവൻ്റെ ആ അധീനതയിലുള്ള ഈ പ്രദേശത്തൊരു വലിയ പട്ടി നിൽക്കുന്ന കണ്ടോ. പോലീസ് പട്ടി നല്ല പട്ടിയാണ്, വലിപ്പമുള്ള പട്ടിയായിരുന്നു. അടുത്ത് വന്നു ഒന്ന് കുരച്ചു ഈ പോലീസ് പട്ടിയെ കണ്ടുകൊണ്ട്. പോലീസ് പട്ടി ഒന്ന് കുരച്ചു പോലുമില്ല, ഒന്ന് മുറുമുറുത്തപ്പോഴത്തേക്ക് തന്നെ ഈ ചെറിയ പട്ടി, തെരുവ് പട്ടി, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അപ്പം ഞങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് നിന്നു. പോലീസ് പട്ടി ആണെന്ന് അവന് മനസ്സിലായി കാണുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശ പറഞ്ഞേക്കുന്നു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഒരു 8-10 പട്ടി, തെരുവ് പട്ടികളിങ്ങ് വന്നു. മറ്റേ പട്ടി പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് ഇഷ്ടംപോലെ തെരുവ് പട്ടികളുണ്ടായിരുന്നു. 3-4 മിനിറ്റ് കഷ്ടിച്ചായി കാണും, അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് തന്നെ ഓർക്കുന്നില്ല. ഏതായാലും ഞങ്ങളിത് പെട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ്. ഈ 2 പോലീസുകാർ കൗണ്ടറിനകത്തുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ട്രെയിൻ വരുമ്പോഴല്ലേ വണ്ടി പോകേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്ന് ഈ തെരുവ് പട്ടികളെല്ലാം കൂടെ വന്നിട്ട് ഈ പോലീസ് പട്ടിയെ കടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് അറിഞ്ഞു. ഉടനെ കൗണ്ടറിലിരുന്ന പോലീസുകാരും ഓട്ടോറിക്ഷക്കാരും എല്ലാം കൂടെ ഈ തെരുവ് പട്ടിയൊക്കെ തല്ലി ഓടിച്ചു. അപ്പോൾ പട്ടിയം കൊണ്ട് വന്ന, ഈ പോലീസ് നായം കൊണ്ട് വന്ന പോലീസുകാരും പെട്ടെന്ന് ഓടി വന്നു. ഏതായാലും കടി കിട്ടിയെന്നുള്ളത് ഉറപ്പാണ്. എത്ര എണ്ണം കിട്ടുമെന്ന് നമുക്കറിയില്ല. ഈ എല്ലാവരും കൂടെ ഈ തെരുവ് പട്ടികളെല്ലാം അടിച്ചോടിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഒരു SI റാങ്കിലും കണ്ടുള്ള പട്ടിയാണെന്നാണ് പറയുന്നത്. കൃത്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എങ്കിലും അങ്ങനെ ഒരു പട്ടിക്ക് തെരുവ് പട്ടി കൊട്ടേഷൻ, ഒരു ചെറിയ തെരുവ് പട്ടി പോയി കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ സാമ്രാജ്യത്തെ വന്നതാണെന്ന് വിചാരിച്ചോ എന്തോ കടി കൊടുത്തു. ഒരു പക്ഷേ പുറം ലോകമൊന്നും അറിഞ്ഞു കാണാൻ സാധ്യതയില്ല. കാരണം കൊണ്ടുവന്ന പോലീസുകാരെയും ഒക്കെ അത് അവരുടെ ജോലിയൊക്കെ ബാധിക്കുന്ന സംഭവമാണ്. എന്നാലും ഒരു സംഗതി വ്യക്തമാണ്, ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ പട്ടിക്ക്. ഇത്രയും നിസ്സാര മിനിറ്റിനുള്ളിൽ ഇത്രയും തെരുവ് പട്ടികളെ ഇവനെ എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ അതിശയകരമായ സംഭവം. പിന്നെ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും പട്ടികളെ സംഘടിപ്പിച്ച്
ഒച്ച അനക്കൊന്നും കൂടാതെ നേരെ ഇവൻ്റെ അരികെ വന്നു എന്നുള്ളത് ഇന്നും ഒരത്ഭുതമായിട്ട് അവശേഷിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും കാണാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു തെരുവ് പട്ടികൾ പോലീസ് പട്ടിക്ക് കൊട്ടേഷൻ കൊടുത്ത സംഭവം. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ചാനലുകാരോ ടി മറ്റ് മാധ്യമങ്ങളൊന്നും ഇത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് രസകരമായ ഒരു സംഭവമാണ്. ഈ രസകരമായ സംഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഗൗരവമുള്ള സംഭവമൊന്നുമല്ല. എങ്കിലും നമ്മുടെ കണ്ണിൽ നമ്മളറിയാതെ പോകുന്ന പെട്ടെന്ന് വരുന്ന ചില സംഭവങ്ങൾ ഒക്കെ ആണ് ഞാൻ ഈ ചാനലിലൂടെ ഇടുന്നത്. ഞാൻ ചാനലിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ പോകുന്ന ചില സത്യങ്ങളാണ് ഇത് നിങ്ങളെ അറിയിക്കുന്നു. ഗൗരവമായ വിഷയങ്ങളൊക്കെയാണ് സാധാരണ ഇടുന്നത്. ഇന്നിപ്പോൾ ഇതിങ്ങനെ ഇടണമെന്ന് എനിക്കങ്ങ് തോന്നി, അങ്ങ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം. അപ്പോൾ എന്നെ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതൊരു കോമഡി പരിപാടിയൊന്നുമല്ല. കൂടുതൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ആളുകളെ അറിയിക്കുക. ഇതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന മാധ്യമങ്ങൾ ഒന്നും പുറത്തു വിടാത്ത ചില വിവരങ്ങൾ അറിയിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.